ദൃശ്യങ്ങളിൽ കാണുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രതിഷേധക്കാരെ മിക്കവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ വാഹനത്തിൽ ED ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള വാഹനങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, കെജ്രിവാളിനെ പുറത്തേക്ക് കൊണ്ടുപോകുമോ? ഇപ്പോൾ കോടതിയിൽ ഇന്ന് ഹാജരാക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സുപ്രീം കോടതി ഇന്ന് അടിയന്തരമായി ഒരു അർജന്റ് ഹിയറിംഗിനുള്ള സാധ്യത ഉണ്ടോ ഇന്ന്? വിജയകുമാർ, നിലവിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി ഈ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി രജിസ്ട്രിക്ക് മുന്നിൽ. എങ്കിൽ പോലും അത് പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ നിലയിൽ അടിയന്തര പ്രാധാന്യമുള്ള ഓരോ സമയത്തിന് അത്യന്തം വില കൽപ്പിക്കപ്പെടുന്ന അവസരങ്ങൾ, വധശിക്ഷ ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുന്ന ഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു അടിയന്തര ഹർജി പരിഗണിക്കുക പതിവുള്ളത്. നേരത്തെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ, ഒപ്പം തന്നെ ഡൽഹി നിർഭയ കേസിലെ പ്രതികളുടെ വധശിക്ഷ, കൂടാതെ കർണാടകയിലെ രാഷ്ട്രീയ നാടകീയ നീക്കങ്ങൾ എന്നീ ഘട്ടങ്ങളിലാണ് 3 തവണ അർദ്ധരാത്രി സുപ്രീം കോടതി തുറന്ന് ഹർജികൾ പരിഗണിച്ചിട്ടുള്ളത്. എന്നാൽ അത്രത്തോളം അടിയന്തര പ്രാധാന്യം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും ഹർജി അടിയന്തരമായി പരിഗണിക്കുക. നിലവിലിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് രേഖപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഡൽഹി പോലീസിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, നോർത്ത് DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ പുറത്തേക്ക് മുഖ്യമന്ത്രിയെ ഇറക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ, മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടോ, പ്രതിഷേധങ്ങളോ മറ്റ് തടസ്സങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പിൻവശത്തുള്ള ഗേറ്റിലൂടെ തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. DCP അടക്കമുള്ള ഉന്നതർ ഇവിടെ നിലയുറപ്പിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ പോകുന്ന വഴിയിലാണ് ഈ പോലീസ് സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ റോഡിലേക്കുള്ള ട്രാഫിക്, അതിൽ ശക്തമായ നിയന്ത്രണം തന്നെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങളെ മുഴുവൻ ഒരു വശത്തേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റ് തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി കൃത്യമായി വാഹനമെത്തുമ്പോൾ ബാരിക്കേഡുകൾ തുറന്നു കൊടുക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായി ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ EDക്ക് പാലിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ആ മൊഴി ഉൾപ്പെടെ വായിച്ചു കേൾപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും കൂടാതെ ഈ ED ഓഫീസിലേക്ക്, EDയുടെ ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്നാണ് നിലവിൽ ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ആ പോകുന്ന വഴിക്കുള്ള സുരക്ഷാ ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായി തന്നെ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് തീരുമാനം. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പോലീസിൽ നിന്നും വിജയകുമാർ ഇപ്പോൾ നമുക്ക് കാണാം. വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നും വാഹനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഈ പിൻവശത്തുള്ള ഗേറ്റിന് സമീപത്തേക്കാണ് ആ വാഹനങ്ങൾ നീങ്ങുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ളവ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ വാഹനം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ യുമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ അകമ്പടി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണോ? ആ വാഹനത്തിൽ അദ്ദേഹം ഉണ്ടോ? അരവിന്ദ് കെജ്രിവാൾ ഉണ്ടോ? വിജയകുമാർ, ഇപ്പോൾ ഗേറ്റിന് സമീപത്തേക്ക് എത്തുന്നതേയുള്ളൂ ആ വാഹനം ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിക്ക് പുറത്തേക്ക് ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി ഉണ്ട് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ഒരുക്കങ്ങളും, സുരക്ഷാ ഒരുക്കങ്ങളും പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹവുമായി പോകുന്ന വഴിയിലുള്ള റൂട്ട് മുഴുവനായി ക്ലിയർ ചെയ്തിരിക്കുന്നു. ഈ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് നിരോധിച്ചിരിക്കുകയാണ്. നിലവിൽ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ
കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ഗേറ്റ് വഴി അദ്ദേഹത്തെ പുറത്തിറക്കാൻ തന്നെയാണ് പോലീസിന്റെ പദ്ധതി. അതിനായുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ ഒരു അറിയിപ്പ് ഇഡിക്ക് നൽകിയ ഉടൻ തന്നെ ഇഡി സംഘം ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. വീടിന് ഗോപികൃഷ്ണൻ, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് അദ്ദേഹത്തെ ഇഡി ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. നാളെ മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുമ്പായി വൈദ്യപരിശോധന നടത്തും. ഇന്ന് രാത്രി വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാധ്യതകൾ ഇഡി ആലോചിച്ചിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ അദ്ദേഹത്തെ ഇഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയും തുടർ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിശ്രമം ആവശ്യപ്പെടുകയാണെങ്കിൽ വിശ്രമം അനുവദിക്കുകയോ ചെയ്യും. അതിന് ശേഷം നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നിലവിൽ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതീവ നിർണായകമായ ഒരു നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ തന്നെ ഇഡി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടി എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു നടപടി. ഡൽഹി പോലീസ് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട റോഡിലൂടെ വീണ്ടും ഡ്രോൺ നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഡ്രോൺ ആ റൂട്ടിലൂടെ പറപ്പിച്ച് മറ്റ് തടസ്സങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നമുക്കറിയാം വലിയ പ്രതിഷേധത്തിലാണ്. ഡൽഹിയിൽ പലയിടത്തായി പ്രതിഷേധങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ പോകുന്ന വഴിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കോ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾക്കോ ഉള്ള സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അതിനായി വലിയ പോലീസ് സംഘത്തെ തന്നെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കെജ്രിവാളിന്റെ വസതിക്ക് സമീപം ദ്രുതകർമ്മസേനയെയും ഡൽഹി പോലീസിന്റെ വലിയ ഒരു സംഘത്തെയും തന്നെ വിന്യസിച്ചിരിക്കുന്നു. എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയിരിക്കുന്നു. റോഡ് ക്ലിയർ ആണ് എന്ന അറിയിപ്പ് ഡൽഹി പോലീസ് ഇഡിക്ക് നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കെജ്രിവാളുമായുള്ള വാഹനം ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങും. മറ്റ് ക്രമീകരണങ്ങൾ, അകമ്പടി പോകേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഉൾപ്പെടെ ഈ റോഡിൽ തയ്യാറാക്കി തന്നെ നിൽപ്പുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ കെജ്രിവാളുമായുള്ള വാഹനം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന്റെ വാഹനങ്ങൾ ഈ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങും. 12 അംഗ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘമാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനായി എത്തിയത്. ജോയിന്റ് ഡയറക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനകളും ചോദ്യം ചെയ്യലും ഒരേ സമയം പൂർത്തിയാക്കുകയായിരുന്നു. ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതേസമയം പരിശോധനകൾക്ക് ശേഷം ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുത്തു എന്നാണ് ഇഡി കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും അടക്കമുള്ള ഉപകരണങ്ങൾ ഇഡി പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങൾ, അതിൻ്റെ ഇലക്ട്രോണിക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറിലേറെയായി ഇഡി നിർവഹിച്ചത്. അതിനുശേഷമാണ് ഈ സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായുള്ള വാഹനവുമായി ഇഡി അല്പസമയത്തിനകം തന്നെ ഈ റോഡിലൂടെ പുറത്തിറങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ഒരുക്കങ്ങളും എന്തായാലും പൂർത്തിയായിരിക്കുന്നു. അതേസമയം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യ തലസ്ഥാനത്ത് കെജ്രിവാളിന്റെ അറസ്റ്റോട് അനുബന്ധിച്ച് നടക്കുകയാണ്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു നടപടി തന്നെയാണ് ഇന്ന് വൈകിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നു, പ്രതികരിച്ചിരുന്നു പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്നാൽ കോടതിക്ക് മുന്നിൽ ഈ വിഷയം നിലനിൽക്കെ ഇന്ന് ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പരിരക്ഷ നൽകണമെന്ന ഹർജി തള്ളിയെങ്കിൽ പോലും എന്ത് തെളിവുണ്ട് കെജ്രിവാളിനെതിരെ എന്ന് സമർപ്പിക്കാൻ ഇഡിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരം ഒരു അവസരത്തിൽ ഒരു ഹർജി കോടതിയുടെ മുന്നിലിരിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടി
പാർട്ടിക്ക് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല. മുൻപ് എല്ലാം തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്ന ഘട്ടങ്ങളിൽ മുൻകൂട്ടി തന്നെ ഈ അറസ്റ്റ് ഉണ്ടായേക്കും ഉടൻ എന്ന പ്രതികരണം അതിഷി അടക്കമുള്ള ആപ്പ് നേതാക്കൾ നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗോപികൃഷ്ണൻ, ഒരു വാഹനം കെജ്രിവാളിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. വാഹനത്തിൽ സുരക്ഷാ വാഹനമാണ് അത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി പോലീസിന്റെ ACP-യുടെ വാഹനമാണ് ഇപ്പോൾ ആ ഗേറ്റിന് ഏറ്റവും മുന്നിലായി നിർത്തിയിട്ടിരിക്കുന്നത്. മറ്റ് വാഹനങ്ങൾ ഇതിന് പിന്നിലായി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അടച്ചിട്ട ഗേറ്റിന് പിന്നിലായാണ് ആദ്യ വാഹനം. ACP-യുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ വാഹനമാണ് ഏറ്റവും മുന്നിലായി നിലയുറപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നിലവിൽ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകുന്നത്. നിതിൻ അംബുജനും ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതാ വാഹനത്തിൽ ഇത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹി പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനം പുറത്തേക്ക് വരുന്നു. ഡൽഹി പോലീസ് അവർക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കിയിരിക്കുന്നു. ആദ്യത്തെ വാഹനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇല്ല. രണ്ടാമത്തെ വാഹനത്തിലായിരിക്കണം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതായാലും അവരുടെ ഒരു വാഹന വ്യൂഹം പുറത്തേക്ക് വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് വലിയ ഒരു സന്നാഹം, പോലീസ് സന്നാഹം തന്നെയാണ് ഇപ്പോൾ. അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വസതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി നേരെ അദ്ദേഹത്തെ കൊണ്ടുപോവുക വൈദ്യ പരിശോധനയ്ക്കായിരിക്കും. അതിനുശേഷം ED ഓഫീസിലായിരിക്കും ഇന്ന് അദ്ദേഹം ഉണ്ടാവുക. വിശ്രമം അനുവദിക്കും. നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ തുടർ നീക്കങ്ങൾ, നിയമ പോരാട്ടത്തിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ കടക്കുക എന്നതാണോ ആപ്പിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത്, ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഇനി വൈദ്യ പരിശോധനയ്ക്കായി അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോകും. അതിനുശേഷം ED ഓഫീസിലായിരിക്കും ഇന്ന് കെജ്രിവാൾ ഉണ്ടാവുക. നാളെയാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്.